നിനക്കറിയാലോ സിദ്ധു, ഐ ചൂസ് യു. ബട്ട് എനിക്ക് സമയം വേണം. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറും. എനിക്ക് നിന്നെ ബോയ് ഫ്രണ്ടായിട്ട് കാണണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലേ? ഋഷി, നിനക്ക് ഞാൻ എത്ര ടൈം വേണമെങ്കിലും തരാം. ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ തരാം. ഉറപ്പായിട്ട് നിനക്ക് ഞാൻ വെയിറ്റ് ചെയ്യും. എനിക്കത്ര സന്തോഷമുണ്ട്. നീ ദേവുമായിട്ടുള്ള ആ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വന്നില്ലേ? നീ ഇതൊക്കെ ദേവനോടെല്ലാം തുറന്ന് സംസാരിച്ചു. ആ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് നല്ല അഭിമാനം തോന്നുന്നുണ്ട്. ഞാനെങ്ങും പോകുന്നില്ല ഋഷി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ടേക്ക് യുവർ ടൈം. താങ്ക് യു സിദ്ധു, എന്നെ മനസ്സിലാക്കിയതിന്. പിന്നെ നിനക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ട്. നീ എന്നെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നീ ഒരിക്കലും കരയേണ്ടി വരില്ല. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന്. അത് ഞാൻ പാലിച്ചിരിക്കും. നീ എൻ്റെ കൂടെ ഹാപ്പി ആയിരിക്കും ഋഷി, ഐ പ്രോമിസ്. നീ എന്നെ ചൂസ് ചെയ്തത് നീ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാതെ ഞാൻ നോക്കും. എനിക്കറിയാം സിദ്ധു, നിന്നെ ചൂസ് ചെയ്തത് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല എന്ന്. എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമെന്നറിയോ ഋഷി. നീ എന്നെ ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും എനിക്കിപ്പോൾ അറിയില്ല. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ചൂസ് മീ. നീ എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നേ? നിന്നെ ചൂസ് ചെയ്യുന്നതാവും എൻ്റെ ലൈഫിന് നല്ലതെന്ന് തോന്നി ഞാനത് ചെയ്തു, അത്രേ ഉള്ളൂ. ഋഷി, എൻ്റെ ഒരു കസിൻ നമുക്ക് ബാംഗ്ലൂർ ഒരു ജോലി സെറ്റാക്കിയിട്ടുണ്ട് ഒരു കമ്പനിയിൽ. ഫ്രഷേഴ്സ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പോസ്റ്റാ, ഒത്തിരി സാലറി ഒന്നും ഇല്ല. പിന്നെ എന്നാലും ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. നമുക്ക് നോക്കിയാലോ? നീ എന്ത് പറയുന്നു? അത് നല്ലൊരു കാര്യമല്ലേ, നമുക്കിത് കളയണ്ട, പോകാം. പിന്നെ എക്സ്പീരിയൻസും കിട്ടും. കുറച്ചാൾ കഴിയുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും കമ്പനിയിലോട്ടൊക്കെ മാറാമല്ലോ. എന്നാൽ ഞാൻ അവനെ വിളിച്ച് ഓക്കെ പറയട്ടെ? നിന്നോടും കൂടെ ഡിസ്കസ് ചെയ്തിട്ടൊരു തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചു. നീ വിളിച്ച് ഓക്കെ പറ സിദ്ധു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലേ ഞാൻ അവനെ വിളിച്ച് ഓക്കെ പറഞ്ഞിട്ട് വരാവേ. ഋഷി, ഞാൻ അവനെ വിളിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വീക്ക് നമുക്ക് പോവേണ്ടി വരും കേട്ടോ. അതിനെന്താ, നമുക്ക് നെക്സ്റ്റ് വീക്ക് പോവാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ അപ്പാർട്ട്മെന്റ് തന്നെ കുറെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാടാ. പിന്നെ റൂം ഒരെണ്ണേ ഉള്ളൂ, നമുക്ക് ഷെയർ ചെയ്യാമല്ലോ. നിനക്ക് കുഴപ്പമുണ്ടോ? എൻ്റെ പൊന്ന് ഋഷി, എന്നെ ഇങ്ങനെ നോക്കല്ലേ. നിനക്ക് ഞാൻ പ്രോമിസ് തന്നതാ, നിന്റെ അനുവാദം ഇല്ലാതെ നിന്നെ ഞാൻ തൊടില്ലെന്ന്. നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ? പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ദേവല്ല സിദ്ധാർത്ഥ്. മനസ്സിലായി. എനിക്ക് നിന്നെ വിശ്വാസക്കുറവൊന്നുമില്ല. എന്നാലും ഇപ്പം തൽക്കാലം ഒരേ റൂമിലോട്ട് മാറണ്ട. തൽക്കാലത്തേക്ക് ഞാൻ സോഫയിൽ കിടന്നോളാം, നീ റൂമിൽ കിടന്നോ. നമുക്ക് പിന്നെ ബാക്കി തീരുമാനിക്കാം. നിന്റെ തീരുമാനം എങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ സോഫയിൽ ഞാൻ കിടക്കും, റൂമിൽ നീയും കിടക്കും. ഇനി അതിനെപ്പറ്റി ഒരു ചർച്ച വേണ്ട. അല്ല സിദ്ധു, ഒരു ഞാനും ഇല്ല. ഞാൻ പറയുന്നത് കേട്ടാ മതി. എന്നാ നീ പോയി ഫ്രഷ് ആയിട്ടോ ആദ്യം, എന്നിട്ട് ഞാൻ ഫ്രഷ് ആയിക്കോളാം. അല്ല, ഇനി ഫുഡ് ഉണ്ടാക്കണ്ടേ കഴിക്കാൻ? ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ, നമ്മൾ രണ്ടുപേരും ടയേർഡാ. ഇനി ഫുഡ് ഉണ്ടാക്കുകയൊന്നും വേണ്ട, നമുക്ക് ഓർഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. നിനക്ക് ഒറ്റയ്ക്ക് പോയി കുളിക്കാൻ പേടിയാണ്, വേണേ ഞാനും കൂടെ വരാം. വാ തുറന്നാ വഷളത്തരവേ പറയാവൂ. അതെന്ത് ചെയ്യാനാ, വഷളത്തരം കൂടപ്പറപ്പായിപ്പോയി. അല്ല, ഞാൻ ചോദിച്ചതിനൊന്നും പറഞ്ഞില്ല. നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. അടി വേണോ? എന്തിന്? ദേ ഞാൻ നന്നായി. ഋഷി, ഏതാണ്ട് ഈ ഫയലും ചെക്ക് ചെയ്തേ. ഈ ഫയല് മുന്നേ തോമസ് ചെക്ക് ചെയ്തായിരുന്നല്ലോ. ആണ്, എന്നാലും നീ കൂടെ ഒന്ന് ചെക്ക് ചെയ്തേരെ, എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. ഇവൻ ആരോടെ സംസാരിക്കുന്നേ? ഇവനോ? ഈ തണ്ടി എന്ത് എന്റെ ചെറുക്കൻ്റെ അടുത്ത് ചെയ്യുന്നേ? അല്ലേലും റോസ് പറഞ്ഞ എന്റെ ചെറുക്കന്റെ മേൽ ഇവനൊരു നോട്ടം ഉണ്ടെന്ന്. ഓ ശരി, നീ അതവിടെ വെച്ചേരെ, ഞാൻ പോന്നേനെ മുന്നേ ചെക്ക് ചെയ്തോളാം. ശരി, പോകുന്നതിന് മുന്നേ ചെക്ക് ചെയ്യണേ, നാളെ സബ്മിറ്റ് ചെയ്യാന്നുള്ള. എടാ സാമദ്രോഹി, ഞാനില്ലാത്തപ്പോ എന്റെ ചെക്കനെ വളയ്ക്കാൻ നോക്കുന്നു. നടക്കൂല മോനെ. ഓഹോ, ഇവിടെ ഉണ്ടായിരുന്നോ? എന്തോ ആടാ, മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലോ നീ. ഐഷ്, ഇങ്ങനെ പേടിച്ചാലെങ്ങനെ? കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ?
പാതിരാത്രിയിലെല്ലാം മോന്റെ കുളി ഞാൻ കാണിച്ചു തരാട്ടോ. എന്നിട്ട് പേടിച്ചിട്ട് നിന്ന് മോങ്ങിയേക്കല്ലേ. നീ എന്ത് കാണിച്ചു തരും? ഐഷ് വഷളൻ, നീ ഉദ്ദേശിച്ചൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചേ. പടാ. അതിന് ഞാൻ എന്ത് ഉദ്ദേശിച്ചെന്നാ? എന്റെ പൊന്ന് ഋഷി, ഇങ്ങനെ നോക്കല്ലേ. ഞാൻ പ്രോമിസൊക്കെ മറന്നു വരും. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയ്ക്ക് ധൈര്യമൊക്കെ ഇയാൾക്കുണ്ടോ? ഓഹോ, നിനക്ക് ഡൗട്ടുണ്ടോ? ആ ഡൗട്ട് മാറ്റിത്തരാം ഞാൻ. Rishi, tell me to stop. But what if I don't want you to stop? ഉറപ്പാണോ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ എന്നെ കുറ്റം പറഞ്ഞേക്കല്ലേ. Fuck, just do it, man. ഇതാരാ ഇത്? ഏതവനാണെങ്കിൽ ആ തെണ്ടിക്ക് തീരെ ടൈമിംഗ് ഇല്ല. ഒന്ന് മൂടായി വന്നേയായിരുന്നു. നിന്ന് ചുണങ്ങാതെ പോയി ഡോർ ഉറക്ക്. എന്താണ് ഗൈസ്, നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ? ഈ തെണ്ടി ഇവിടെ വന്ന എന്റെ കഞ്ഞി പാറ്റയിടാൻ. ഒന്നുമില്ല, ഞാനും ഋഷിയും കൂടി ഇവിടെ ഇരുന്ന് ഭൂലോകവൽക്കരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. എന്താണ് മിഥുന്റെ അഭിപ്രായം? ഇവിടെ ഇരുന്നോ? അതെ അതെ, വളരെ നല്ല അഭിപ്രായം. എന്നാ ഞാനങ്ങോട്ട് പെട്ടെന്ന് പോവാൻ നോക്ക്. ഇനി ഇവിടെ കണ്ടുപോയേക്കില്ല നിന്നെ. നീ കോളേജിരിക്കല്ല്. ദാണ്ട അവനായിട്ട് കൂടുതൽ കമ്പനിക്കൊന്നും പോവണ്ട. അവനെന്റെ കഞ്ഞിയിലെ പാറ്റയാണ് പാറ്റ. നിനക്കറിയോ, ആ തെണ്ടിക്ക് നിന്നോട് ക്രഷാ. ഇനി ആകാശം ഇടിഞ്ഞു വീണാല് നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല. ഇപ്പോഴേ പറഞ്ഞേക്കാം. അതിന് എനിക്കാരെയും വേണ്ട, എനിക്ക് നിന്നെ മതി. ഓഹോ, അപ്പടിയാ. How could you do this to me, ഋഷി? നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാ. എന്നിട്ട് ഇതാണ് എനിക്ക് തിരിച്ചു കിട്ടിയേ. നിനക്കെങ്ങനെ ഇത്ര ഈസിയായി സിദ്ധുവിനെ ചൂസ് ചെയ്യാൻ പറ്റി? അത്രേ ഉള്ളൂ ഞാൻ. ഇല്ല ഋഷി, ഞാനിനി ജീവിച്ചിരിക്കില്ല. ഞാൻ എന്താ ചിന്തിച്ച് കൂട്ടുന്നേ? ഈയിടെയായിട്ട് ഇച്ചിരി ഓവർ തിങ്കിങ് കൂടുതലാ. എന്തായാലും ഇത്ര ആലോചിച്ച് കൂട്ടി, ബാക്കിയും കൂടെ ചിന്തിച്ച് കൂട്ടിയേക്കാം. അതിനൊരു കുറവ് വരണ്ട.
നീ കിടന്ന് ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞ് പോയല്ലേ? ആ അതെ. നീ വാ, നമുക്ക് റൂമിൽ കിടക്കാം. എന്തുവാ? ഇയാക്കെന്താ ചെവി കേക്കൂലേ? വാ റൂമിൽ കിടക്കാവന്ന്. അതോ ഇനി ഞാൻ താലപ്പൊലിയായിട്ട് വരണോ? ഓഹോ, ഇപ്പം കാര്യങ്ങള് അവിടം വരെയൊക്കെ ആയല്ലേ? ഇയാള് കൂടുതൽ ചിന്തിച്ചു കൂട്ടണ്ട. കൂടെ കിടക്കാനുള്ള അനുവാദമേ ഉള്ളൂ, ടച്ച് ചെയ്യാനുള്ള അനുവാദം ഇല്ല. ഓഫീസിൽ വെച്ച് പിന്നെ നിന്നെ ഉമ്മ വെച്ചത് ഞാൻ ചുണ്ടത്ത് തൊടാതല്ലേ? അപ്പൊ ഈ നോ ടച്ച് ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. അത് പിന്നെ ഇപ്പൊ എനിക്ക് കിസ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ഓഹോ, അപ്പടിയാ. ഇംപ്രൂവ്മെന്റ് ഒക്കെ ഉണ്ട്. ബേബി, ബ്രേക്ക്ഫാസ്റ്റ് ആയോ? ദേ ആയി, ഇതെന്റെ എടുത്തു വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. എന്തുവാ ഋഷി ഇത്? കുഴക്കട്ട. എന്താ ഇയാളെ കണ്ടിട്ടില്ലേ? അല്ല, നീ പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞ് രാവിലെ ചാടിത്തുള്ളി അടുക്കള പോകുന്ന കണ്ടാണല്ലോ. എന്നിട്ടിപ്പൊ എന്താ കുഴക്കട്ട? അത് പിന്നെ ഞാൻ പുട്ടും മുട്ടക്കറി തന്നെ ഉണ്ടാക്കാൻ പോയതാ. അപ്പൊ ചെറിയൊരു അബദ്ധം പറ്റി. പുട്ട് കുറ്റിക്കകത്ത് ഞാൻ ചില്ലിടാൻ മറന്നുപോയി. ഇതൊക്കെ നിന്നെ കൊണ്ടേ സാധിക്കൂ ഋഷി. അല്ല, ഈ മണ്ടത്തരൊക്കെ ചെയ്യാൻ നീ വിളമ്പറത്തേക്കും കോച്ചിങ്ങിന് പോകുന്നുണ്ടോ, അതോ സ്വയം വരുന്നതാണോ? കളിയാക്കല്ലേ. ഈ കുഴക്കട്ട ഈ മാതിരി ആക്കി എടുക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്ന് നിനക്കറിയോ? ഐഷ്, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. വാ കഴിക്കാം. എന്തുപറ്റി? ഇഷ്ടായില്ലേ? കൊള്ളത്തില്ല? ഏയ്, കൊള്ളാഴികയൊന്നുമില്ല. ഇച്ചിരി മധുരം കൂടിപ്പോയി. എനിക്കിത്ര മധുരം പറ്റില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. മധുരം കൂടിപ്പോയെന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, ഞാൻ കഴിച്ചോളാം. എനിക്കറിയില്ലായിരുന്നു നീ മധുരം ഒത്തിരി കഴിക്കില്ലെന്ന്. അതവിടെ വെച്ചേരും, അത് കഴിക്കണ്ട. കോൺഫ്ലെക്സ് ഇരിപ്പുണ്ട്, ഞാൻ പാലിട്ട് തരാം. അത് വേണ്ടെങ്കിൽ ഓട്സ് ഇരിപ്പുണ്ട്. ഓഹ്, എനിക്കിനി ചത്താ മതി. എന്തൊരു കെയറിങ്. അത് സാരമില്ല, ഞാൻ കഴിച്ചോളാം. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇച്ചിരി മധുരം കൂടിയെന്നേ ഉള്ളു, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഉറപ്പാണോ? ശേ, ആനേ. ഋഷി, മതി മതി, വാ ഇവിടെ വന്നിരിക്കേ. എന്ത് രസാണല്ലേ രാത്രി ഇവിടെ വന്നിരിക്കാൻ. അതെ, ഹില്ലി ഏരിയ ആയതുകൊണ്ട് ഇവിടെങ്ങും വലിയ ആൾ താമസം ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ വെട്ടമില്ലാത്തതുകൊണ്ട് സ്റ്റാർസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. എന്തുമാത്രം സ്റ്റാർസ് ആണ്? കുറേ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും കാണുന്ന ഒരുമിച്ച്. ഞാനും. ദേ നോക്കിക്കേ, ആ ബ്രൈറ്റ് ആയിട്ട് ഷൈൻ ചെയ്യുന്ന സ്റ്റാർ കണ്ടോ? ആ കണ്ടു. അതാ ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് ഷൈൻ ചെയ്യുന്നത്. എന്താ ആ സ്റ്റാറിന്റെ പേരെന്താണെന്നറിയോ? ഇല്ല. എന്തോ എന്റെ പേര് നിനക്കറിയോ? ആ സ്റ്റാറിന്റെ പേരാണ് ഋഷി. ശരിക്കും? നീ ചുമ്മാ അറിയല്ലേ എന്നെ കളിപ്പിക്കാൻ? ഇതുവരെ എന്റെ പേര് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇനി മുതൽ അതെനിക്ക് ഋഷിയാ. ക്ലീഷേ ഡയലോഗ്, ഒന്ന് പോടാ. ഞാൻ പറയും, ഞാൻ ഇനിയും പറയും. ആഹാ, ഈ കുന്നിന് ആ നക്ഷത്രം എന്താണോ അതാണ് എനിക്ക് നീ. എന്റെ പൊന്ന് സിദ്ധു, ഈ ടൈപ്പ് സാധനത്തിലൊക്കെ ഞാൻ വീക്കാണ്. നീ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ? എന്റെ പൊന്ന് ഋഷി, നീ ഇങ്ങനെ ആന്റി റൊമാൻറ്റിക് ആവല്ലേ. ഞാൻ ആന്റി റൊമാൻറ്റിക് ഒന്നും അല്ല, ഇച്ചിരി ട്യൂബ് ലൈറ്റ് ആണെന്നേ ഉള്ളൂ. അല്ല, നീ എന്താ ഉദ്ദേശിച്ചേ? അതായത് ഋഷി, ഈ കുന്നിന് വെളിച്ചം തരുന്ന ആ നക്ഷത്രത്തെ പോലാണ് നീ എനിക്ക്. എന്റെ ജീവിതത്തിലെ വെളിച്ചമാണ് നീ. മനസ്സിലായോ ഇപ്പം? ഓഹോ, അങ്ങനൊക്കെയാ? ആന്നേ. ഇത് മോനെ ഏത് സിനിമേന്ന് കോപ്പി അടിച്ചതാ? ഞാൻ കോപ്പി അടിച്ചൊന്നും അല്ല, എനിക്കിപ്പം മനസ്സിൽ വന്നു, അത് നിന്നോട് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഷടാ. പിണങ്ങല്ലേ, ചുമ്മാ പറഞ്ഞല്ലേ. മതി മതി, വാ നമുക്ക് ഫ്ലാറ്റിൽ തിരിച്ചു പോവാം. രാത്രി കുറേ ആയി. ശരിയാ, രാത്രി കുറേ ആയി. വാ എന്നാ പോവാം.
ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പം വരാവേ. നീ അതോടെ പോവാ? ഞാനും വരുന്നു. എടച്ചക്ക 2 സെക്കൻഡ് ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പം വരാം. ശരി, പെട്ടെന്ന് വരണേ. ദാ ഇത് നിനക്ക് മേടിച്ചേ. താങ്ക് യു. സിദ്ധു, സിദ്ധു, എടാ നീ എവിടെയാ? എന്റെ പൊന്നു ഋഷി, നീ എന്തിനാ കിടന്ന് കാറുന്നേ? ഞാൻ കിച്ചണിലുണ്ട്. കിട്ടി മോനെ, സെലക്ഷൻ കിട്ടി എനിക്ക്. എന്ത് കിട്ടിയെന്ന്? മറ്റേ ഓഡിഷൻ പോയിന്റ് ആണോ? ആടാ, അത് തന്നെ. ഐഷ്, കൺഗ്രാറ്റ്സ് മുത്തേ. അല്ലടാ, ഇനി എന്തൊക്കെയാ പരിപാടി? നമ്മൾ എന്തൊക്കെയാ ഇനി ചെയ്യേണ്ടത്? സൗത്ത് കൊറിയയിലെ തന്നെ ഏറ്റവും വലിയൊരു എന്റർടൈൻമെന്റ് കമ്പനിയിലേക്കാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയേക്കുന്നത്. ഇമെയിലിൽ പറഞ്ഞേക്കുന്നത് 5 മാസത്തിനുള്ളിൽ ഞാൻ അവിടെ പോണോന്നാ. പിന്നെ 1.5 വർഷത്തെ ട്രെയിനിങ്, ഫസ്റ്റ് ലാംഗ്വേജ് പഠിപ്പിക്കും. എന്തുവാന്ന് വെച്ചാൽ നീ ചെയ്തോ. നീ പറഞ്ഞ കൊറിയയിലെ തന്നെ ഏറ്റവും വലിയൊരു കമ്പനിയിലാണ് നിനക്ക് സെലക്ഷൻ കിട്ടിയെന്നല്ലേ? ഈ ചാൻസ് ഒരിക്കലും മിസ്സാവാൻ പാടില്ല. എന്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഋഷി. നിന്റെ കൂടെ വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇപ്പം നമ്മൾ 2 പേരും കൂടെ പോകുന്നത് അത്രയ്ക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ ഋഷി, നിന്റെ ഹെൽത്ത് നീ നോക്കണം. വേറെ ആരും അവിടെ നോക്കാൻ കാണില്ല. പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. ഫസ്റ്റൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നീ അവിടെ പിടിച്ചു നിൽക്കണം കേട്ടോ. നിന്റെ ഒരു വലിയ ഡ്രീമാണ് ഈ നടക്കാൻ പോകുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടൈമായി സിദ്ധു, ഞാൻ പോവാ. സിദ്ധു, എനിക്ക് പറ്റുന്നില്ലടാ ഇവിടെ. എനിക്ക് നിന്നെ കാണണം. നിന്നെ കാണാതിരിക്കാൻ വയ്യ. ഋഷി, നീ ഇങ്ങനെ ആയാലെങ്ങനാ? നീ വീഡിയോ കോളിൽ വാ, നമുക്ക് സംസാരിക്കാം. അല്ല, എനിക്ക് നിന്നെ നേരിട്ട് കാണണം സിദ്ധു. ഋഷി, നീ ഇങ്ങനെ ആയാലെങ്ങനാ? എനിക്കൊന്നും അറിയില്ല. ഞാൻ നാട്ടിൽ വരും. എനിക്കിവിടെ നീ ഇല്ലാതെ പറ്റില്ല സിദ്ധു. നീ എന്തുവാടാ ഈ പറയുന്നേ? നാട്ടിൽ വരാനോ? അപ്പൊ നീ എല്ലാം കളഞ്ഞിട്ടിങ്ങ് പോരുവാണോ? അപ്പൊ നിന്റെ പാഷനോ? എനിക്കൊരു പാഷനും വേണ്ട. ഞാൻ തിരിച്ചു വരും. എനിക്ക് നിന്റെ കൂടെ നിന്നാ മതി സിദ്ധു. എനിക്കൊന്നും അറിയാൻ പാടില്ല. നീ എന്തോന്ന് വെച്ചാ ചെയ്യ്. വരുവാണെങ്കി ഇങ്ങ് പോരെ. അല്ലാതെ ഞാനിപ്പോ എന്തോ പറയാനാ? ഋഷി, നീ കരയണ്ട. വയ്യാങ്കി പോരെ. I just woke up from a dream where you and I had to say goodbye, and I don't know what it all means, but since I survived I realized wherever you go, that's where I'll follow. Nobody's promised tomorrow, so I'ma love you every night. എനിക്ക് പോവണ്ട സിദ്ധു. എനിക്കെങ്ങും പോവണ്ട. എനിക്ക് നിന്റെ കൂടെ നിന്നാ മതി. ഞാൻ തിരിച്ചു പോവില്ല. ഏയ്, കരയല്ലേ ഋഷി. നീ എങ്ങും പോവണ്ട. നിന്നെ ഞാൻ ഇനി എങ്ങും വിടുകയില്ല. നീ എൻ്റെ കൂടെ നിന്നാ മതി.
അല്ലേലും നീ പറഞ്ഞാലും ഞാൻ പോവൂല. was ending. This promise tomorrow. So I'ma love you every night like it's the last night. Like it's the last night. If the world was ending, I wanna be next to you. If the party was over. അപ്പം സിദ്ധുവിനെ ചൂസ് ചെയ്താലും എനിക്ക് എൻ്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. ഇനി ഒറ്റൊരു വഴിയേ ഉള്ളൂ. ഐ ഷുഡ് ചൂസ് മൈസെൽഫ്. എനിക്കെൻ്റെ മ്യൂസിക് കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ ഇനി ഈ ഒരു വഴിയേ ഉള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് ചൂസിങ് ഏതർ ഓഫ് ദം, ഐ ഷുഡ് ചൂസ് മൈസെൽഫ്. നാളെ തന്നെ സിദ്ധുവിനോടും ദേവിനോടും സംസാരിക്കണം, എല്ലാം സോൾവ് ആക്കണം.